ക്വസ്റ്റ്യൻ അവറിൽ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷാണ്. കോൺഗ്രസ് പുറത്താക്കിയ പി.കെ. രാഗേഷ് എന്ത് രാഷ്ട്രീയ നിലപാട് എടുക്കും ഈ തെരഞ്ഞെടുപ്പ്? ഞാൻ കോൺഗ്രസിന് വേണ്ടിയാണ്, ഇന്ന് വ്യക്തിക്ക് എന്നില്ല, കോൺഗ്രസ്സുകാരനായി ഉണ്ടാവും. DCC നേതൃത്വം എന്ന് പറഞ്ഞാൽ DCCക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 74-84 ഭാരവാഹികളുണ്ട്. DCC നേതൃത്വമില്ല. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം മാർട്ടിൻ, അതുപോലെ തന്നെ ടി.ഒ. മോഹനൻ, പ്രമോദ് ഉൾപ്പെടെയുള്ള ചെറിയൊരു കോക്കസ്, അതാണ് ഇപ്പോഴത്തെ പാർട്ടി എന്ന് പറയുന്നത്. അല്ലാണ്ട് പാർട്ടിയുടെ വിശാലമായ തീരുമാനങ്ങളോ നയങ്ങളോ ചർച്ചകളോ അതനുസരിച്ചുള്ള തീരുമാനങ്ങളോ ഇല്ല. പി.കെ. രാഗേഷിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് സി. രഘുനാഥ്. സി. രഘുനാഥ് വിളിച്ചാൽ പി.കെ. രാഗേഷ് BJPയിലേക്ക് പോകും. അദ്ദേഹവുമായുള്ള സമീപനം കൊണ്ട് എന്തായാലും ഞാൻ പോകുമ്പോൾ തിരിച്ചെൻ്റെ കൂടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹം ചിലപ്പോൾ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ടാവും. ഓഫർ നിലപാട് പറയാൻ ഒന്നുമില്ല, അങ്ങനെ ഒരു ഓഫറുമില്ല, അതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടുണ്ട്. കെ. സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ്? ഇത് കെ. സുധാകരനെ ഒതുക്കാൻ എടുത്ത തീരുമാനമല്ലേ? അതല്ല, അതൊക്കെ ഇതിന്റെ പിറകിൽ ഉണ്ടാവും, അതിലൊരു സംശയമില്ല. അതെല്ലാം ഇനി സമീപഭാവിയിൽ നമുക്ക് കാണാം. മുമ്പിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരും പിറകിലെത്തിയാൽ അദ്ദേഹത്തെ പാരവെക്കുന്നവരുമായി മാറുന്ന ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന്. പക്ഷെ അന്നതല്ല, അന്ന് 100 പേർ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ആ 100 പേരും അദ്ദേഹത്തിന് ജീവനും എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായുള്ളവരായിരുന്നു. മമ്പറം ദിവാകരനെ പോലെ പെട്ടെന്ന് പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്ന വിശ്വാസത്തിലൊന്നുമല്ല പി.കെ. രാഗേഷ് ഇപ്പോഴുമുള്ളത്. പക്ഷെ അദ്ദേഹം പാർട്ടിയെ തള്ളിപ്പറയുന്നില്ല. ഇപ്പോഴും ഉറച്ച കോൺഗ്രസ്സുകാരനായി താൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയുകയാണ് പി.കെ. രാഗേഷ് ചെയ്യുന്നത്. കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ മാർച്ച് 17 ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.